ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ മോൾക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പം അവളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. ഫാഹ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ വില്ലേജിലാണ് വന്നിരിക്കുന്നത്. അന്നേരം അവിടെ വന്നപ്പോൾ ഒരു ഫീൽഡ് നിറയെ ചോളത്തിൻ്റെ കൃഷിയാണ്. ഇപ്പം സമ്മറൊക്കെ ആയതുകൊണ്ട് ഇവിടെ ജർമ്മനിയിൽ കുറേ ഇടത്ത് കാണാൻ പറ്റും ഈ ചോളത്തിൻ്റെ കൃഷി. കൂടുതൽ ഫീൽഡ്സിലും ഈ ടൈമിൽ ചോളമൊക്കെ കൃഷി ചെയ്യും. അപ്പം ഇപ്പം ഇതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു, നിങ്ങളെ ഈ കാഴ്ചയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം, ഇതാ ചെറിയതായിട്ട് വരുന്നതേ ഉള്ളൂ. കുറച്ചും കൂടെ വലുതായതും ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളെ കുറച്ചും കൂടെ വലുതായ ഒരെണ്ണം കാണിക്കാം. ഇത് കണ്ടോ, ഇത് കുറച്ചും കൂടെ വലുതായി. പൂവിൻ്റെ അടിയിലായിട്ട് ചോളം. കേരളത്തിൽ നമ്മുടെ നാടുകളിലൊക്കെ, നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ പണ്ട് ഒരുപാട് കൃഷികൾ ഞാൻ കണ്ടിട്ടുണ്ട്. നെല്ലാണേലും ഗോതമ്പാണേലും ഒക്കെ ഒരുപാട് കൃഷികൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ ചെല്ലുമ്പം കൃഷികളൊക്കെ വളരെ കുറവാണ്. ജർമ്മനിയിൽ പൊതുവേ ആൾക്കാർ കുറവായതുകൊണ്ടും പിന്നെ ഇഷ്ടം പോലെ ഫീൽഡ് ഇവിടെ ഉണ്ടതും പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്, ജോലി കഴിഞ്ഞിട്ടുള്ള സമയം അവർ കൃഷികൾ ചെയ്യും. അത് അവർക്കൊരു വലിയൊരു ഇഷ്ടമുള്ള കാര്യമാണ് കൃഷി ചെയ്യുന്നത്. അതുമാത്രമല്ല ഫുൾ ടൈം ഫാമേഴ്സും ഉണ്ട്. അവർക്ക് അവരുടേതായ ട്രാക്ടറും അവരുടെ സാധനങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതുകൊണ്ട് വന്ന് ഇത് ഉഴും, ഈ ചോളമെല്ലാം പറിക്കും. എല്ലാം മെഷീനാണ് ഇവിടെ ആൾക്കാർ ചെയ്യുന്ന ജോലികൾ കുറവാണ്. ഇവർ ഇങ്ങനത്തെ ചോളം, പിന്നെ ഗോതമ്പ്, അങ്ങനെയുള്ള, പിന്നെ സാലഡ്സ്. ഇവിടുത്തെ ആൾക്കാർക്ക് സാലഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ കുറേ പ്രൈവറ്റ് ആൾക്കാരുടെ കയ്യിൽ ഇഷ്ടം പോലെ ഫാംസ് ഉണ്ട്. ഇന്നത്തെ കാഴ്ച ഇത്ര മാത്രം. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.